ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ. എന്തിട്ടോടെ തരുന്നുണ്ട് നടക്കണേ? ചെരുപ്പ് പൊട്ടി കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. നോട്ട ചെരുപ്പ് അഞ്ചു കാണിച്ചത് ഇത്ര വലിയ എവിടെ ജോലി എന്ന് പറഞ്ഞ മണ്ണുത്തിൽ വെറ്റിനറിയിൽ വർക്ക് ചെയ്യുന്നവൾ. ഓ 50,000 രൂപ ശമ്പളം മേടിക്കുന്നവൾക്ക് ചെരുപ്പില്ലാന്ന്. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോണ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിലാ തുറന്നതിൽ കൂട്ടും കുറെ. ഓ വീടിന്റെ അകത്ത് പോകുമ്പോഴുള്ള പോലെ ഇവിടെയാണ് ചാവി വെക്കണേന്നുള്ളത്. ഇതാക്കാൻ നമ്മള് വീട് തുറക്കാണ്. എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? ഇത്രയും ചെരുപ്പുണ്ടായിട്ട് എനിക്ക് ഒരു ചെരുപ്പ് ഹോസ്പിറ്റലിൽ വരെ പോയി തിരിച്ചന്ന് ഊരിടും. അതിനവള് തരുന്നില്ല. അമ്മ കഴുകിട്ടേക്ക ചെരുപ്പ് എവിടെയാന്ന് പോലും എനിക്കറിയില്ല. അമ്മ കഴുകി വെച്ചിട്ടുണ്ട്. നീ പിന്നിൽ എന്റെ ഷൂവും ക്രോക്സ് ഒക്കെ കണ്ടിട്ടാണ് അവളുടെ. അയ്യോ ഗൈസ്, അവന് അവസാനം ഞാൻ ഒരു ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുക്കൂ. മഞ്ഞ ചെരുപ്പ്. ഓ നിനക്കതൊക്കെ മതി. എന്തെന്നെ മഞ്ഞ ചെരുപ്പിന് ഒരു കുഴപ്പം. നല്ലൊരു വെറൈറ്റി ചെരുപ്പാണ്. കാണിച്ച എന്താ തോന്നുന്നത് ഈ നിമിഷത്തിൽ? ഈ നിമിഷത്തിൽ നിനക്ക് എന്താ തോന്നുന്നത്? വളരെ നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. ഹോസ്പിറ്റലിലേക്ക് ഇടാൻ പറ്റിയൊരു ചെരുപ്പാണ്. അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ പിടിപത്തുകൊണ്ട് വാങ്ങിച്ചതാണ് നന്ദന പിടിപത്തെന്ന് പറഞ്ഞിട്ട് ഏത് ഫുട്പാത്തിന്ന് വാങ്ങിച്ച ചെരുപ്പാണ്. പിടിപത്തുന്നതിന്റെ ഇത് പോവാം. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്തിനാ പോകുന്നത് അഞ്ചു? അറിയില്ല നന്ദു. ആറാ അയ്യോ ഞാൻ കൂട്ടെടുത്തില്ല, ഞാൻ കറക്കും. അല്ലെങ്കിലോ കൈപ്പാണ്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല 2 ചോദ്യം മാത്രം. എനിക്ക് നല്ല കട്ടയ്ക്ക് PCOD ആണ്. പറ. എനിക്ക് PCOD ആണ്. ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാൻ പോവുകയാണ്. വണ്ണം കുറയ്ക്കണം, തീറ്റ കുറയ്ക്കണം. മധുരം കണ്ട ആർത്തിയാവും. ആർത്തി മൂത്ത് ഭ്രാന്തായതാണ്. ഇതുണ്ടാവും PCOD. അതെ അതെ, മിഠായി നല്ല ഒളിപ്പിച്ച മിഠായി നല്ല എടുത്തിട്ട്. ക്യാൻസറിനേക്കാളും കഷ്ടമാണ് ഈ PCOD. ആര് പറഞ്ഞു? ദേഷ്യമൊക്കെ വരണ വഴിയുണ്ടല്ലോ, എവിടെ നിന്നൊന്നും അറിയില്ല. ഓക്കെ ഗൈസ്, കുടിക്കുമ്പോ വരെ പ്രെഡാറ്റർ മൈൻഡ് ആണ്. ഡിപ്രഷനിലേക്ക് പോകും തോന്നില്ല. എനിക്ക് അറിയില്ല. ഹോസ്പിറ്റലിൽ പോട്ടെ കേട്ടോ. ബൈ. നമ്മളിതാ ഡോക്ടറെ കാണാൻ വീട്ടിലിരിക്കണം. ഡോക്ടർ വെളിയിലെ കട്ട പോസ്റ്റ് വന്നിട്ടാണ് ഡോക്ടർ പോയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള നന്ദന സി. നമ്മളങ്ങനെ ചോദിക്കുന്നത് എന്താണ് നന്ദന കെ? നന്ദന സി രഞ്ജന കെ എന്നുള്ളത്. അത് ഞങ്ങളുടെ ഇവിടെ ദത്തെടുത്തതാണ്. എൻ്റെ ദത്തെടുത്തിട്ടുണ്ട്. ഞാൻ കാനാട്ട് വളപ്പിലെ സന്തോഷിൻ്റെ മക്കളാണ്. ഒരാളെ ഡോക്ടറെ വിളിക്കാൻ പോയതാണ്. തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്ടറെ വിളിക്കാൻ പോയതാണ്. നടന്നില്ല. ഡോക്ടറെ വിളിച്ചോ? മേഡം ഓപ്പറേഷൻ തിയേറ്ററിലാണ്. 3rd ഫ്ലോറിലേക്ക് വരണോ ചോദിച്ചു. വരണ്ടാന്ന് ആ ചേച്ചി വിളിച്ചു. ഇവിടെ തന്നെയാണോന്ന് അറിയണ്ടേ. ഗൈസ് ഡോക്ടറെ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി കുടിക്കാൻ പോവാണ് ഗൈസ്. ബോറടിച്ച് വയ്യാണ്ടായി. നമ്മൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേച്ചി അവിടെ വർത്താനത്തിലാണ് ഗൈസ്. വിത്തൗട്ട് ഷുഗർ. അവൾക്ക് ജ്യൂസ് കൊടുത്തപ്പോൾ അവൾക്ക് ജ്യൂസ് വേണ്ടാകും. ഞാൻ ചലോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കൂടി നോക്കും. ഞാൻ കുടിക്കും. അങ്ങനെ അവസാനമായിട്ട് ഞാൻ ചോദിച്ചു വയ്ക്കാൻ പോവാണ്. ജ്യൂസ് വേണോ? വേണ്ടെങ്കിൽ അപ്പോൾ കുടിക്കും. വേണോ? അങ്ങനെ കുടിച്ചോ? എന്താ കുടിച്ചു കഴിഞ്ഞു? അല്ലല്ല, ആണോ? അടച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? മധുരമില്ലാത്തതാ? ഐസിട്ട് എന്താ കുഴപ്പം? ഐസ് മധുരമില്ലെങ്കിൽ അത്രയും ജ്യൂസ് തന്നെ കിട്ടും. വളരെ ഐസിലിങ്ങോട്ട് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ? പൊട്ടെ അവിടെ നിന്ന് പൊട്ടിച്ച പൈനാപ്പിളാണ് ഞാൻ. ഓറഞ്ച് അഞ്ചുണ്ടായിരുന്നു. എന്താ ചെയ്യാല്ലേ? കഴിഞ്ഞ എങ്ങനെയുണ്ട് അഭിപ്രായം പറ.
ലാസ്റ്റ് ഉണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. പൊട്ടേ നല്ലതാണ്. ഇവിടെ കാട് വരയ്ക്കുന്നു. ഇവിടെ വെറുതെ കാട് കൂടെ വറക്കുക. വലിയ പേര് കാണിച്ചിട്ട് കാട് 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 വേട്ടയും കാട്. എൻ്റെ പിശുക്കത്തി ചേച്ചി എനിക്കൊന്ന് മേടിച്ചു തരാണ്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം. ഞാൻ കാട് തരാൻ പോയി കഴിച്ചോളൂ. കാട് ഈ ഹോട്ടലിൽ എടുക്കില്ല, അവരെടുക്കും. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും മിണ്ടാണ്ടിരിക്കും ശല്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. എൻ്റെ അന്ന് നാളം കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോകുന്നു. എനിക്ക് നല്ല ചൂട് സമാധാനാണ്. ഡോക്ടർ വരുന്നുണ്ട്. ഞാൻ അന്ന് ഇതുപോലെ വെയിറ്റ് ഇട്ടിട്ട് 6 മണിക്ക് ഡോക്ടർ വന്നേ അന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഒരു ചെറിയ ഹോട്ടലിലേക്കാണ് നമ്മൾ കയറ്റാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോ കൈ കഴുകാനായിട്ട് സ്ഥലം ബാത്റൂമിൽ പോകണം. എവിടേക്ക് പോയിരുന്നു? ഇവിടേക്ക് പോയില്ലോ. ഇവരെല്ലാം വൈകിട്ടാണ് പോകും. 3 ചപ്പാത്തി, ഒരു പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ്, ഒരു 2 ഓംലെറ്റ്. നമ്മള് ഇവിടെ കടയിൽ എന്നെ നടിച്ച് പറ്റി നല്ല പ്ലാനുണ്ട്. ഇവിടെ വകയാണെന്ന് ചിലവ്. ഹോസ്പിറ്റലിൽ കാണാൻ നല്ല വകയാണ് ചിലവ്. ഞാൻ ഒരു ചപ്പാത്തി, ഒരു ഓംലെറ്റ്. ഇവിടെ 2 ചപ്പാത്തി, ഒരു ഓംലെറ്റ്. ഇവിടെ ഒരു ബീഫ് പൊറോട്ട പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മേടിച്ചൊരു വയ്യായ. ഇവിടെ കാടൊന്നും കൊടുക്കില്ലേ. ഒരു പേട്ടക്കാട് കൊണ്ട് നടക്കുന്നു. അതെ, നമ്മള് പോകുന്നു. ചേട്ടാ കറി പകുതി പോരും. ഇതിന് ബീഫ് തോണ്ടിയെടുക്കേണ്ടി വരൂ. സോറി ചേട്ടാ, നമ്മളത് അതെ ബീഫ് എത്തി ചേട്ടാ. ഇത് ഓംലെറ്റ്. ബീഫിന് എന്ത് കളറാ? അപ്പോൾ നമ്മുടെ ബീഫ് എത്തിയിട്ടുണ്ട്. ബീഫിന് എന്ത് കളർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ മന്ദബുദ്ധികൾ ചോദിക്കുന്നതാണ്. നമ്മുടെ തൃശ്ശൂരിലെ ബീഫ് ഈ കളറാ. ഓക്കെ, നമുക്ക് ചപ്പാത്തി ഇവിടെ ഒരാൾ പിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ചപ്പാത്തി മതി കേട്ടോ. പോടോ, എങ്ങനെയുണ്ട് ചപ്പാത്തി? ചപ്പാത്തി എങ്ങനെയുണ്ട് പറയൂ. ബീഫ് എങ്ങനെയുണ്ട്? പറ. കഴിച്ചിട്ടില്ലല്ലോ, കുഴപ്പമില്ല. കഴിക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റുണ്ടോ? അപ്പൊ കാര്യമില്ല നർത്തം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഓംലെറ്റ് നമ്മളാണോ പറയണത്? നേരത്തെ പറഞ്ഞല്ലേ ഓംലെറ്റ് വേണം ചോദിച്ചിട്ട്. ഞങ്ങൾ പോവാണ് കേട്ടോ. നിങ്ങൾ ചപ്പാത്തി പൊറോട്ടയൊക്കെ വെച്ചിരുന്നോ? ഡോക്ടർ വന്നു ഗൈസ്. ബൈ. നമ്മൾ ഓടുന്നു ഗൈസ്. നമ്മൾ ഓടുകയാണ്. മനുഷ്യന്മാരെ ഇതാക്കിയിട്ട് ചപ്പാത്തി ഒരെണ്ണം മേടിച്ചിട്ട് ഇവിടെ നന്നായി ഓടിക്കുകയാണ് എന്നെ. തിരിച്ചിട്ടോട്. എനിക്ക് വീഴണോ? അതെനിക്ക് കണ്ടന്റാക്കാനാ തമ്മിലേ നീ വീഴണത്. ഓട്. അഞ്ചു ഓട്. 3rd ഫ്ലോർ ചോദിച്ചേക്ക് എവിടെയാണ്? അവിടെ ലിഫ്റ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത്. എൻ്റെ ചേച്ചി ഡോക്ടർ ഒന്നും കണ്ട് ഓടി പിടിച്ച് കയറിയതാണ്. ഡോക്ടറൊന്നും എത്തിയിട്ടില്ല. കഴിച്ച ഫുഡൊക്കെ ദഹിച്ചു കഴിച്ച സത്യത്തിൽ. ഞാൻ വീണ്ടും ഇതിപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോവാം. ഞങ്ങൾ ഒരാളെ ചായ കുടിക്കാൻ നിന്ന സമയത്ത് ഒരാളെ ഒറ്റയ്ക്കാക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഒറ്റയ്ക്കാക്കിയാണ് ഞങ്ങൾ ഡയറക്റ്റ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മുഖത്ത് നിങ്ങളുടെ ഭംഗി ആസ്വദിക്കില്ലേ? പറ. ഒറ്റയ്ക്കാക്കിയതിന് വിഷമമുണ്ടോ? പറ. ഞാൻ മൂടി തളർന്നിട്ട് ചോറ് കുടിക്കാനായിട്ട് വന്നേക്കാളുകൾ ഫുഡ് കഴിച്ചപ്പോൾ ചപ്പാത്തി തൊണ്ടയിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി വെള്ളം പോലും കുടിക്കാനുള്ള ടൈം കിട്ടിയിട്ടായിരുന്നില്ല. നമുക്ക് ചോറ് കുടിക്കാൻ നിൽക്കാം. നല്ല ദാഹമുണ്ട്. നല്ല വെയിലാണ്. നല്ല ദാഹമുണ്ട്. അപ്പോൾ ഉപ്പ് സോഡ കുടിച്ച് വയറ് നിറഞ്ഞിട്ട് ഞങ്ങളിതാ ആ ഡോക്ടറെ നോക്കി ചിരിച്ചു. നല്ല ക്യൂട്ട് ഡോക്ടർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറെ. നല്ല ഡോക്ടറാട്ടോ. വയസ്സായ ഡോക്ടറാട്ടോ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ എന്നെ അവിടെ പിടിച്ച് പുറത്താക്കി. അവിടെ ഒരാളെ കയറ്റുള്ളൂ. ഡോക്ടറെ ഒരാളെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് വന്നു ഗൈസ്. ഞാൻ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങോട്ട് വന്നതാണ്. 2 ആളെ കയറ്റുന്ന വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഒരാളെ കയറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് വന്നല്ലേ. ഞാൻ പുറത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ചമ്മണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു.
അങ്ങനെ എൻ്റെ ചേച്ചി മരുന്ന് മേടിക്കാനുള്ള ക്യൂ നിൽക്കുകയാണ് ഗൈസ്. അഞ്ചു അപ്പോൾ ഗൈസ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. എന്താണ് അഞ്ചു? അതിന് മുമ്പ് 62 രൂപയാണ്, 262 രൂപയാണ് അവള് ബില്ല് വന്നത്. അപ്പൊ അവള് 2 രൂപ കൊടുത്തു, 261 രൂപ ബില്ല് വന്നു. 262 രൂപ ഞാൻ കൊടുത്തു. 1 രൂപ ബാക്കി തന്നില്ല. അവര് നേരത്തെ ഒരു വെപ്രാളത്തിന്റെ ഉള്ളിൽ ഞാൻ ഇവിടെ പോന്നു. എല്ലാവരും ഏലാതിലേക്കും വിക്സ് മിഠായിയൊക്കെ 1 രൂപയ്ക്കും 2 രൂപയ്ക്ക് 5 രൂപയ്ക്ക് വരെ ഏലാതിലേക്കും വിക്സ് മിഠായിയൊക്കെയാണ്. പിന്നെ പോട്ടെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് 1 രൂപ ബാക്കി ഉണ്ടല്ലോ എന്നുള്ള ഒരു ബില്ല് കാണിച്ചിട്ട് പറയാം ചേട്ടാ ഏലാതി തരാം. ചേട്ടാ എനിക്ക് 1 രൂപ ഉണ്ട്, ഏലാതി തന്നോന്ന് പറഞ്ഞു. അതാണ് ഈ പെണ്ണുമ്പിള്ള പറഞ്ഞത്. എന്താണ് ഡോക്ടർ പറഞ്ഞത് അഞ്ചു? ഡോക്ടർ പറഞ്ഞു ഞാനിതിന് മുന്നേ ജൂബിലിയിൽ നല്ലൊരു ഫേമസ് ആയിട്ടൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടറുടെ പേര് ഞാൻ പറയൂല. ആ ഡോക്ടറുടെ ജസ്റ്റ് ഇത്ര ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ യൂട്രസിനുള്ളിൽ മോർ ദാൻ 20 ഫോളിക്കിൾസ് ഉണ്ട്, അണ്ടുണ്ട്, പൊട്ടാണ്ടിരിക്കണം. അപ്പോൾ ഈ ഡോക്ടർ ഒന്നും ഉണ്ടായില്ല. മെഡിസിൻ കഴിച്ച് നമുക്ക് നോക്കിയിട്ട് പോയില്ലെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാൻ അതിൻ്റെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഒറ്റയടിക്ക് എന്നോട് ലാപ്രോസ്കോപ്പി. ഈ ലാപ്രോസ്കോപ്പിക്ക് എത്രയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാം 80,000 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? എൻ്റെ ബോധം പോയില്ലേ. എന്റെ വ്ളോഗ് ഹായ് പറഞ്ഞോ. ആരാ നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ, സരോജയിലെ സെക്യൂരിറ്റി ചേട്ടൻ. ഓക്കെ പോകാം. നേരത്തെ പറഞ്ഞോ ആരാ എനിക്കറിയില്ല കേട്ടോ. 80,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ബോധം പോയില്ലേ. 80,000 എൻ്റെ ആ സമയത്ത് അത്ര ഇതിനുള്ള സേവിങ്സ് ഇല്ല. അങ്ങനെ എനിക്കൊരു കോങ്ങുള്ള പണിയില് അവങ്ങളാണ് നോക്കണ്ടേ. ഞാനൊന്നും പറയണില്ല. അങ്ങനെ അപ്പം തന്നെ പിന്നെ ആ ഡോക്ടർ എന്താ പറയുക, ഞാൻ പറഞ്ഞ സാറെങ്കിൽ ലാപ്രോസ്കോപ്പി വേണ്ട, ഇങ്ങനെ മറ്റേത് മെഡിസിൻ നോക്കാന്ന് പറഞ്ഞത്. അയ്യോളാ പ്രിസ്ക്രിപ്ഷൻ ഒറ്ററിയല്. എന്നിട്ട് അവിടെ ഇരിക്കണേ ഏതോ ഒരു പെണ്ണുമ്പിള്ള ഡോക്ടറുടെ എന്തോ പറയണൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതെനിക്ക് എഴുതി തന്ന മരുന്നുകൾ. വേണ്ട വേണ്ട പറഞ്ഞു ഇറങ്ങിപ്പോയി. ഹോസ്പിറ്റലിൽ വേണ്ട ഇവര് വിചാരിക്കും ഇവരെ കുറ്റം പറയാന്ന്. ഇല്ലാട്ടോ ഇവിടുത്തെ മേഡം സൂപ്പർ അടിപൊളി കിടക്കാച്ചി മേഡം. നമുക്ക് മരുന്ന് വെച്ച് വെയിറ്റ് കുറയ്ക്കാൻ തോന്നും. വേണമെങ്കിൽ പീസ് വീട്ടിലൊരു അല്ല ഞാൻ നോക്കട്ടെട്ടാ, എൻ്റെ ഒരു 10 ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം. എന്താ ബ്ലോഗിൽ തന്നെ വന്നു ഞാൻ പറയാം. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. മരുന്ന് മറ്റേ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രം ഞാൻ കഴിക്കരുത് എന്ന് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. മാത്രം എനിക്ക് ഭയങ്കര ആർത്തിയാണ് ഗൈസ്. മാത്രം കഴിക്കരുത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗൈസ്. പിന്നെ ഇവിടെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടാ അറിയില്ല. അയ്യോ നോക്കും നല്ല വെയിലുണ്ട് ഗൈസ്. പോകും ഗൈസ്. ഞാൻ ഒരു പെട്ടി ഗുളിക കഴിക്കേണ്ടി വരുന്ന വിചാരിച്ചു വന്ന് എനിക്ക് അത് 2 ഗുളിക. അതിൽ തന്നെ നീ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അഞ്ചന, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമല്ല. അതെ ഇപ്പൊ തന്നെ മണിക്കൂർ കൈ നല്ല വേണ്ടെടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് അറിയോ? അറിയില്ല. 100-110 കിലോ ഉണ്ട് ഇവള്. ഞാനിപ്പോൾ ഗൈസ് ഇവളെ വെയിറ്റ് ഇവള് പറയാൻ പോവാന്ന് പറഞ്ഞു. 83 കിലോ എന്നാണ് ഞാൻ പറയാ. പക്ഷെ അതിലും കൂടുതലുണ്ട്. എന്തായാലും കൂടുതലുണ്ട്. 90 കിലോ ഇല്ല, 83-നും കൂടുതലുണ്ട്. ഞങ്ങൾ വീട്ടിൽപ്പെട്ടിട്ടാ. വീട്ടിലൊരാൾ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ ശാരദ, എൻ്റെ അമ്മ. രാവിലെ അമ്മേനെ കൊണ്ടുപോകാൻ വീട്ടിൽ പോകുന്നു. ഓക്കെ ബൈ. ഗൈസ് സത്യത്തിൽ ഇവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എല്ലാ വണ്ടിയുടെയും മൂട്ടിൽ കൊണ്ടിരിക്കാന്നുള്ള ഏകൊരു ഉദ്ദേശം. ഒരു ഹമ്പ് കണ്ട് ചാടാൻ വേണ്ടി ബ്രേക്ക് ഇട്ട് വീണോന്റെ മൂട്ടിൽ ഇടിച്ചില്ല എന്നുള്ളതിന്റെ പരാതിയാണ് ഈ പറഞ്ഞോണ്ട്. അല്ല കേട്ടാ ഇവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നെ കണ്ടു പഠിക്കട്ടെ. ഞാൻ റൈഡർ കണ്ണാപ്പിയാണ്. നാമതി എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടുകാരെ കണ്ടായിരുന്നു. എനിക്ക് അവര് ഒരു മാതിരിയില്ലേ എങ്ങനെ ഏത് വഴി അവര് പോണെന്ന് ഒരു പിടുത്തല്ലേ. ഒന്നാമത് അതിനൊരു സൗണ്ട് കൂടി ഇട്ടിട്ട് വരാണെങ്കിൽ റോട്ടിൽ കൂടെ വന്നാ മതി. ഇവൾക്ക് ഓടിക്കാറായതിന്റെ കുറ്റല്ലട്ടാ, മറ്റുള്ള വണ്ടിക്കാരെ കുറ്റം പറഞ്ഞോളൂ. എന്റെ വണ്ടിയുടെ ബാക്ക് ഒരു ഓലക്കാരൻ കൊണ്ടുപോയതാ. ഓലയില് കയറി വന്ന കുരങ്ങൻ കാരണമാണ് എന്റെ വണ്ടിയുടെ ഇതിങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒരു ഇന്നോവകാരൻ എനിക്ക് വഴി തന്നു, കിടന്നോ മോളെന്ന് പറഞ്ഞു. വണ്ടി ഇങ്ങനെ എടുത്ത് പോയതും ഒരുത്തൻ നമ്മൾ ഈ ഇതാട്ടാ കോട്ടര അവിടെ തറണ്ട് പോകാം അതെനിക്ക് വേറൊരു ചേട്ടൻ തന്ന സംഭവം. എന്ത് ചെയ്തു, ഈ ചേട്ടൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നത് ഒരു ഓലക്കാരൻ തേണ്ടി ഒറ്റ പോക്ക് ആവുമ്പോ ഇതിന്റെ വരവൊന്നും കാണില്ലല്ലോ. ചോദി പറന്നൊരു പോക്കുമ്പോ ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടു. എനിക്ക് കിടക്ക ഇത്ര കൂടി സ്ഥലം ഉണ്ടായാൽ മതി. കാറുകാരൻ വന്ന് മൂട്ടിലിടിച്ച് എന്റെ അടുത്ത് കിടന്നു മോളെ എന്ന് പറഞ്ഞ കാറുകാരൻ ഞാൻ ഇടിച്ചിട്ടത്. എന്താ ഞാൻ നോക്കിയപ്പോ നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ
ഞാൻ എന്നിട്ട് ദേഷ്യം വന്നോട്ടെ ഇയാളെ. അപ്പോൾ ഇയാളെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, മോളോട് കിടന്നോളാൻ പറഞ്ഞതല്ല, ഞങ്ങളത് ഇങ്ങനെ വന്ന് ഇടിച്ചതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ. അത് നമ്മൾ ചേട്ടൻ ഒരു 5 മിനിറ്റ് സെക്കൻഡ് ഇത്തിരി 2 സെക്കൻഡ് കൊണ്ട് വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ കിടക്കില്ല ചേട്ടാ. അപ്പോൾ ആൾ പറയും സ്കൂട്ടിക്കാരൻ വന്നോണ്ടല്ലോ മോളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആളെ വണ്ടി നോക്കിയപ്പോൾ ആളെ മങ്കാട് ഊരി കിടക്കുക. ഞങ്ങൾ ചേട്ടാ പോട്ടെ പോയിക്കോന്ന് പറഞ്ഞു. എൻ്റെ ഇങ്ങനെ വളച്ചു നിർത്തിയപ്പോൾ പറഞ്ഞു ആളുടെ മങ്കാട് ഇങ്ങനെ കിടക്കുക. അതെന്ത് ചെയ്യാനാ ഇങ്ങനെ കിടക്കണം. ഇവള് എന്തിനാ ഉപമിക്കുന്നുണ്ട് കേട്ടോ, അവള് കാണിക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ മങ്കാടാ നിൽക്കിയത്. ഞാനിങ്ങനെ നേരെ നിന്ന് മങ്കാട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ എടുത്തിട്ട് ആ ഇന്നോവയുടെ മങ്കാട് ഇങ്ങനെ, അതായത് ഈ മങ്കാടിൻ്റെ ഈ ഭാഗമല്ലേ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ കിടക്കാം ടയറിനോട് കൂടിയിട്ട്. എനിക്ക് സങ്കടമായി. അങ്ങനെ ചേട്ടൻ പോയിക്കോന്നു. പിന്നെ അത് ഇവളെ പുഷ്പം പോലെ ഒരുത്തൻ വന്നിട്ട് ഈ തുമ്പത്ത്, ഇത് ലോക്കലായതുകൊണ്ടാണ്, ഈ തുമ്പത്ത് വന്ന് ടക്ക് നടത്തിട്ട് പോയി. ഭാഗ്യത്തിന് വണ്ടിക്ക് മേറ്റുണ്ട്, എനിക്ക് മേറ്റുള്ളതുകൊണ്ട് വണ്ടി പാളിയില്ല. അവൻ്റെ മിററാ തെറ്റേക്കണേ, അവൻ കണ്ടിട്ടില്ല. എല്ലാരും പറഞ്ഞു പിന്നാലെ പോയി പിടിക്കായിരുന്നില്ലേന്ന്. എങ്ങനെ പിടിക്കാനാണ്? കുളം ബാറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവള് പിടിക്കായിരുന്നില്ലേന്ന്. ഇവളെന്നെ പോണത് മറ്റേ ഞാൻ പറഞ്ഞിട്ടാ പോവാ, അവൻ അതിനേക്കാളും പറഞ്ഞിട്ടാ. അപ്പൊ എന്തായെന്നറിയോ, വണ്ടിയുടെ ആ ഒരു അതിന്റെ സ്പോട്ട് അതായിരിക്കും. ഇതിങ്ങനെ ഒരു തട്ടിട്ടേലും പോണൊരു സ്പോട്ടായിരിക്കും. അടിച്ച് പിന്നെ രാവിലെ ജോലിക്ക് കയറാൻ 9 മണിക്ക് കയറേണ്ട ജോലിക്ക് ഞാൻ കയറുക 8:59. അതാണ് പ്രശ്നം. 8:59 ഞാൻ എത്തുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ സവാരി കഴിഞ്ഞു ഗൈസ്. വീഡിയോ കഴിഞ്ഞു. ലഞ്ചു ഒരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വയ്യാണ്ടായി. എവിടെ വിള്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.